നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ മാതൃഭൂമി പത്രം നോക്കാം. മാതൃഭൂമിയിൽ 3 വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ബുൾഡോസർ രാജ്, നടിയെ ആക്രമിച്ച കേസ്, കൊൽക്കത്ത സംഭവം എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു തലക്കെട്ടുകളായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതിൽ തീപ്പന്തമായി സുപ്രീം കോടതി എന്ന വലിയ തലക്കെട്ട് നൽകിക്കൊണ്ട് ബുൾഡോസറിന് ബ്രേക്ക് ഇട്ടു, പ്രതികളുടെ വീട് പൊളിക്കൽ വേണ്ടെന്ന് ഉത്തരവ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്നത് രാജ്യവ്യാപകമായി സുപ്രീം കോടതി തടഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഒരു കാർട്ടൂണും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ബലാത്സംഗക്കൊല, CBI റിപ്പോർട്ട് അസ്വസ്ഥമാക്കുന്നു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ CBI റിപ്പോർട്ട് അസ്വസ്ഥമാക്കുന്നെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെക്കുറിച്ചാണ് നൽകിയിരിക്കുന്നത്. ഈ വാർത്തകൾക്കൊപ്പം തന്നെ ഇങ്ങനെ പോയാൽ വിചാരണ തീരില്ല എന്ന തലക്കെട്ട് നൽകി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. വിചാരണ അനന്തമായി നീളുന്നത് ചൂണ്ടിക്കാട്ടി നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിലെ മറ്റു വാർത്തകൾ നോക്കാം. ജമ്മു കശ്മീർ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ തൃശൂരിൽ ഇന്ന് പുലിച്ചുവടുകൾ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 74-ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത് അദ്ദേഹത്തിന് ആശംസകൾ നേരുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി നിപ്പ 13 സാമ്പിളുകൾ നെഗറ്റീവ് എന്ന ആശ്വാസകരമായ വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം ലെബനനിലും സിറിയയിലും പേജർ സ്ഫോടന പരമ്പര എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. 17 മരണം, 2800-ലേറെ പേർക്ക് പരുക്കേറ്റതായും ഈ വാർത്തയിൽ പറയുന്നു. താഴേക്ക് വരുമ്പോൾ ക്രിക്കറ്റ് ലോകകപ്പ് സമ്മാനത്തുക സ്ത്രീയും പുരുഷനും സമാസമം എന്ന വളരെ ചരിത്രപരമായ ഒരു തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീ പുരുഷ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകുന്ന സമ്മാനത്തുകയിൽ തുല്യത എന്ന തീരുമാനം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ സ്വീകരിച്ചു. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായി ചാമ്പ്യൻസ് ലീഗ് ഹോക്കി ഇന്ത്യ ജേതാക്കൾ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കേജ്രിവാൾ രാജിവെച്ചു, അധികാരത്തിലേക്ക് അതിഷി എന്ന വാർത്ത മാതൃഭൂമി ഏറ്റവും താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം മാതൃഭൂമിയിൽ വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് മറയാക്കി സൈബർ തട്ടിപ്പ് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിൽ പക്ഷേ മാതൃഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ആദ്യം തന്നെ കേജ്രിവാൾ രാജിവെച്ചതും അതിഷി മുഖ്യമന്ത്രിയാകുന്ന വാർത്തയുമാണ് നൽകിയിരിക്കുന്നത്. തൊട്ടു താഴെയായി വളരെ പ്രാധാന്യത്തോടെ കൗമുദിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിട്ടുണ്ട്. 38,000 ഈ ബസ്സുമായി കേന്ദ്രം, മുഖം തിരിച്ച് സംസ്ഥാനം എന്നതാണ് കൗമുദിയുടെ ആ സ്പെഷ്യൽ സ്റ്റോറി. തൊട്ടടുത്ത് കേരള കൗമുദി സ്ഥാപക പത്രാധിപരുടെ അനുസ്മരണ ദിനം ഇന്നാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. താഴെ ക്രിക്കറ്റ് ലോകകപ്പ് സമ്മാനത്തുകയിൽ ലിംഗസമത്വം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. കൗമുദിയുടെ ഇടതുവശത്തായി പിറന്നാളിൽ ചേരി സന്ദർശിച്ച മോദി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി നിപ്പ 16 പേരുടെ ഫലം നെഗറ്റീവ് ആയതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. കൗമുദിയുടെ ആദ്യ പേജിന്റെ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്തകൾ: നടിയെ ആക്രമിച്ച കേസ് അന്തമില്ലാ വിചാരണ, സുനിക്ക് ജാമ്യം. പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് ജാമ്യം ലഭിച്ചു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും ഒരു ചെറിയ കോളത്തിലായി നൽകിയിട്ടുണ്ട്. സുനി ജയിലിൽ കഴിയുമ്പോൾ മറ്റു പ്രതികൾ ജാമ്യത്തിലായിരുന്നു. വിചാരണ ഉടൻ അവസാനിക്കുന്ന ലക്ഷണമില്ല. ജുഡീഷ്യൽ കസ്റ്റഡി അനന്തമായി നീട്ടാനാവില്ല എന്നിവയാണ് അതിന്റെ കാരണങ്ങളായി നൽകിയിരിക്കുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിലായി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമി പത്രമാണ്. ജന്മഭൂമിയിൽ ആദ്യം നൽകിയിരിക്കുന്ന വാർത്ത: സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്ക്, ഗണേശോത്സവം കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചു മോദി, കർണാടകയിൽ ഗണപതി വിഗ്രഹത്തെ അഴിക്കുള്ളിലാക്കി എന്ന വാർത്തയാണ് ആദ്യം തന്നെ നൽകിയിരിക്കുന്നത്. ഒപ്പം അതിന്റെ ഒരു വലിയ ചിത്രവും നൽകിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയായി. ഈ വാർത്തയ്ക്ക് വലതുവശത്തായി ജമ്മു കശ്മീരിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഇന്ന് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ദുരന്തഭൂമിയിലെ കള്ളക്കണക്ക്, പുറത്തായത് പിണറായിയുടെ പതിവ് തട്ടിപ്പ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചിലവാക്കേണ്ട തുകയുടെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. അതെല്ലാം തന്നെ കള്ളക്കണക്ക് എന്ന തരത്തിലാണ് ജന്മഭൂമിയിൽ വാർത്ത നൽകിയിരിക്കുന്നത്. താഴെയായി ഏഷ്യൻ ഹോക്കി കിരീടം ഭാരതത്തിന് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയം കരസ്ഥമാക്കിയതിനെ കുറിച്ചുള്ള വാർത്ത വലിയൊരു ചിത്രം നൽകിക്കൊണ്ട് വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി മലപ്പുറത്ത് നിപ്പയ്ക്ക് പുറമെ എംപോക്സ് ലക്ഷണങ്ങളും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്തകൾ: വിചാരണ നീണ്ടുപോകുന്നതിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു സർക്കാരിന് തിരിച്ചടി, പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി 3-ാം മോദി സർക്കാർ റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കി. 100 ദിവസത്തിനിടെ ലഖ്പതി ദീദി യോജനയിൽ
11 ലക്ഷം സ്ത്രീകളെ ചേർത്തു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി കേജ്രിവാൾ രാജിവെച്ചതിനെക്കുറിച്ചും അതിഷി മർലേന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനെക്കുറിച്ചുമുള്ള വാർത്ത ജന്മഭൂമി ഏറ്റവും ഒടുവിലായി ചെറിയ കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ഏറ്റവും ആദ്യം നൽകിയിരിക്കുന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങളുടെ കള്ളക്കഥ കേരളത്തിന് അപമാനം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വയനാട് ദുരിതബാധിത മേഖലയ്ക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കാൻ സ്വന്തം ഉത്തരവാദിത്വം പോലും മറന്ന് കള്ളപ്രചാരണ വേല നടത്തുന്ന മാധ്യമങ്ങളുടെ നിലപാട് കേരളത്തിന് അപമാനകരമാണ് എന്ന് LDFും CPMും പറയുന്നു എന്ന തരത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ അതിജീവനത്തിന്റെ മഹാമാതൃക ഒരു പരാതിയുമില്ലാതെ പുനരധിവാസം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ലെബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചു 8 മരണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ബുൾഡോസർ രാജിന് മൂക്കുകയർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ക്രിമിനൽ കേസ് പ്രതികളാകുന്നവരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത് സുപ്രീം കോടതി തടഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയും ദേശാഭിമാനിയിൽ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി കൽപ്പറ്റയും നെടുമ്പാലയും പരിഗണനയിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ സ്ഥിര പുനരധിവാസത്തിനുള്ള നടപടി അതിവേഗം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ കേജ്രിവാൾ രാജിവെച്ചതിനെ കുറിച്ചും അതിഷി മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ചുമുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി 16 പേർ നിപ്പ നെഗറ്റീവ് എന്ന വാർത്തയും അതിനോടൊപ്പം തന്നെ പത്രപ്രചാരണം 23 മുതൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം മലയാള മനോരമയാണ്. മനോരമയിൽ ആദ്യം തന്നെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ കുറിച്ചും അതിഷി മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. അതിഷി നയിക്കും എന്ന തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. താഴേക്ക് വരുമ്പോൾ ബുൾഡോസർ രാജിന് പൂട്ട് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മറ്റെല്ലാ പത്രങ്ങളിലെയും പോലെ മലയാള മനോരമയും ആ വാർത്ത വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ലെബനൻ സ്ഫോടന പരമ്പരയെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് പേജർ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ അമിത്ഷായുടെ പ്രഖ്യാപനം ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ഈ സർക്കാർ നടപ്പാക്കും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു 2 കോളം വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കുടുങ്ങി എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത അതിഷി ആപ്കി മുഖ്യമന്ത്രി കേജ്രിവാൾ രാജി സമർപ്പിച്ചു എന്ന വലിയ തലക്കെട്ടോടെ അതിഷി മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. തൊട്ടുതാഴെയായി വേണ്ട പ്രതികാര നീതി എന്ന വലിയ തലക്കെട്ട് നൽകിക്കൊണ്ട് മാധ്യമത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകൾ തകർക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മാധ്യമത്തിന്റെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ഒരു ദേശീയ വാർത്തയും ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ദേശീയ വാർത്ത എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നാണെന്ന വാർത്തയാണ്. തൊട്ട് താഴെ കേരളത്തെ സംബന്ധിക്കുന്ന വാർത്ത നിപ്പ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനെ കുറിച്ചാണ്. അതിനോട് ചേർന്നായുള്ള വാർത്തകൾ നോക്കുമ്പോൾ നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു എന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. താഴേക്ക് നോക്കുമ്പോൾ ഗുണ്ടൽപേട്ടിൽ ബൈക്കിനു പിന്നിൽ ലോറി ഇടിച്ച് 3-അംഗ കുടുംബത്തിന് ദാരുണ അന്ത്യം എന്ന ദുഃഖകരമായ വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ലെബനനിൽ പേജർ ആക്രമണം എന്ന വാർത്ത വളരെ വിശദമായി തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പത്രം ദീപികയാണ്. ദീപികയിൽ വളരെ വിശദമായി പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്തയാണ് അതിഷി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത. രാജ്യതലസ്ഥാനം ഭരിക്കാൻ വീണ്ടും വനിതാ മുഖ്യമന്ത്രി കടിഞ്ഞാൺ അതിഷിക്ക് എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ ഇടതുവശത്തായി ഉരുൾ ദുരന്തം ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധ മെമ്മറാൻഡം ഗുരുതര വീഴ്ച എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചിലവുകളെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന വാർത്തയുടെയൊക്കെ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. തൊട്ടുതാഴെ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ വിചിത്ര സ്ഫോടനത്തിൽ ഞെട്ടിവിറച്ച് ലെബനൻ എന്ന തലക്കെട്ടോടെ ലെബനൻ സ്ഫോടന പരമ്പരയെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഭീകരരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്ന തലക്കെട്ടും ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. 8 പേർ കൊല്ലപ്പെട്ടു, 3000 പേർക്ക് പരിക്ക് എന്നിവ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. പൊട്ടിത്തെറി എങ്ങനെ എന്നുള്ള വിവരങ്ങളും ഈ വാർത്തയോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ അടിമുടി മാറ്റത്തിന് KCB പ്രതിമാസ ബില്ലിംഗ് ഉടൻ വന്നേക്കും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി കാലവർഷത്തിൽ 11% മഴക്കുറവ്, കൂടുതൽ മഴ പെയ്തത് കണ്ണൂരിൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഒരു ചിത്രം മാത്രം നൽകിക്കൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യൻ ടീം ജേതാക്കളായതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദമായ വാർത്ത പേജ് 4-ലാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. അടുത്ത ദിവസം വീണ്ടും കാണാം.